ഹലോ, അസ്സലാമു അലൈക്കും. രാവിലെ തന്നെ എണീറ്റപ്പോൾ ഉമ്മ കടയിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധനമൊക്കെ കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് പ്രത്യേകതരം മുളക്. ഇതിൻ്റെ പേരറിഞ്ഞവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പുറത്ത് നല്ല ചൂടുണ്ട്. ഉമ്മ പറഞ്ഞു ഇന്ന് ഞായറാഴ്ചയല്ല, അതുകൊണ്ട് വീടൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പോൾ ക്ലീനാക്കാൻ ഇറങ്ങി നമ്മൾ. അപ്പോൾ ഫാനൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ലൈറ്റിലേക്ക് കിടന്നു. ലൈറ്റ് ശ്രദ്ധിച്ച് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ പൊട്ടിപ്പോകുന്നൊരു ഗ്ലാസ്സാണത്. പിന്നെ ലൈറ്റ് റൂമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കിച്ചണിലോട്ടേക്ക് വന്നു. കിച്ചണിൽ ഒരുപാട് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോ മൂലയിലും ചെലന്തി വല നല്ല രീതിയിൽ തന്നെ ഉണ്ട്. നമ്മളത് ഓരോന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് വന്നു. അങ്ങനെ കുറേ ഉണ്ട് കിച്ചണിൽ. ഏകദേശം കുറച്ചൊക്കെ ചെയ്ത് അങ്ങനെ ചിലന്തിയൊക്കെ ജസ്റ്റ് നോക്കി ഓരോന്ന് നോക്കി ചെയ്തു. എന്താല്ലേ, ഡോറിൻ്റെ ബേക്കിലടക്കം ചിലന്തി വല കയറി. അപ്പോൾ പെട്ടെന്നൊരു ലൈറ്റ്, ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്നവരെ എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട് വാങ്ങിയ ലൈറ്റാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് സ്വിച്ച് ഓൺ ആക്കിയാൽ നമുക്ക് കാണാം. ഇതാണത്. എന്നുവെച്ചാൽ നമുക്ക് നമ്മളേ ഉള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. നമ്മുടെ നിഴൽ അല്ലേ, എന്താല്ലേ. അങ്ങനെ വീടിൻ്റെ ഉള്ളിലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. പുറത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗം നമ്മൾ റോഡും വന്ന് കുറച്ച് വിട്ടു നിൽക്കുന്നതുകൊണ്ട് പൊടി കുറവാണ്, എന്നാലും ചിലന്തികളൊക്കെ ഉണ്ട്. ചിലന്തി വല, അങ്ങനെ ചിലന്തി വലയൊക്കെ തുടച്ച് അവസാനം വീടിൻ്റെ സൈഡിലെത്തി. സൈഡിൽ ഈ ഫുള്ള് തെങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഓരോ ജനലും നല്ല രീതിയിൽ തുടക്കണം, പിന്നെ പൈപ്പ് മിസ്സാക്കാൻ വിടണ്ട. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് നോക്കി ചെയ്തു. എന്തായാലേ, ഞായറാഴ്ചത്തെ ഒരു ദിവസമേ ഉള്ളൂ. ആ ദിവസം നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ എന്താ ചെയ്യാൻ. എന്നാലും സാരമില്ല, നമ്മളെ വീടല്ലേ. നമ്മളെ വീടായതുകൊണ്ടാണ് ഇത്ര ആത്മാർത്ഥത കാണിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കല്ലേ. നല്ല രീതിയിൽ ടയർഡാകുന്നുണ്ട്. എന്നെ കണ്ടാൽ തോന്നുമെന്ന് അറിയില്ല, നല്ല രീതിയിൽ ടയർഡാണ്. തുടച്ച് വീടിൻ്റെ കോർണറെത്തിയപ്പോൾ ഏകദേശം മനസ്സിലായി ഇനി കഴിഞ്ഞെന്ന്. അങ്ങനെ കഴിഞ്ഞ് നമ്മൾ മുഖവും കഴുകി ഒരുപാട് കഴുകാനുണ്ട്. കാരണം വെച്ചാൽ നല്ല രീതിയിൽ പൊടിയും അഴുക്കൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി വീട് ഹാപ്പിയിലാണ് നമ്മളെ സുന്ദരീനെ ഹാപ്പി ആക്കേണ്ടത്. സുന്ദരി കം ഓൺ ഗൈസ്, ഇതാണ് നമ്മുടെ സുന്ദരി. അങ്ങനെ സുന്ദരീനെ നമുക്ക് എന്താക്കാം, വെളുപ്പിച്ചെടുക്കാം. സുന്ദരി എന്തല്ലേ, സുന്ദരി കുറേ ആയി കഴുകിയിട്ട്. സുന്ദരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇങ്ങനെ ഓർമ്മിപ്പിക്കും, എന്നെ ഇങ്ങനെ കഴുകാനായി, നീ എന്നെ ഓടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, എന്താടാ കഴുകാത്തത്. ഞാൻ പറയും ഒരു സമയം കിട്ടണ്ടേ, ഓരോ തിരക്കിലായാലും എന്താ ചെയ്യാൻ. എന്നാലും സാരമില്ല, നമ്മുടെ സുന്ദരിയല്ലേ, ഞങ്ങൾ കഴുകി. ഇതാണ് സുന്ദരിൻ്റെ ഫൈനൽ ലുക്ക്. ഒന്ന് ചിരിച്ചല്ലേ. ഓക്കെ, താങ്ക് യു. അവസാനം നമ്മൾ അത് പണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി. ഇനി വീടും ഹാപ്പിയായി, നമ്മുടെ സുന്ദരി ഹാപ്പി. അടുത്തത് നമ്മൾ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങാൻ പോവുകയാണ് ഗൈസ്. സമയം നോക്കുന്നവരോ 3:25. അങ്ങനെ വണ്ടി ഇട്ടു, ഒറ്റ വിടൽ. എവിടത്തേക്ക്? നമ്മുടെ സ്വന്തം കബന കുഴിമന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി റോഡായതുകൊണ്ട് നല്ല സുഖമായിരുന്നു. റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സാരമില്ല, പെട്ടെന്ന് പണി കഴിഞ്ഞാൽ പെട്ടെന്നായല്ലോ. ഇതാണ് നമ്മുടെ കുഴിമന്തി ഷോപ്പിലേക്കുള്ള വഴി. നമ്മുടെ തലശ്ശേരി ബൈപ്പാസിലുള്ള തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് വഴി. അങ്ങനെ അവസാനം കുഴിമന്തി ഷോപ്പിലേക്ക് എത്തി. കബാന കുഴിമന്തി, ഇതാണ് ആ മന്തി ഷോപ്പ്. നമ്മളെ ഷോപ്പിലേക്ക് മെല്ലെ എടുത്ത് കയറി. ഡൈനിങ് ഹാളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഞാൻ പോയ സമയത്ത് ആൾക്കാരും ഉണ്ട്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തു ഓർഡർ എടുത്തിട്ട്. കാരണം നമ്മൾ പാർസലാണ്. അങ്ങനെ ആൾക്കാർ ബില്ലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കാവ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാവ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെയും പോയി കുടിച്ചു. അങ്ങനെ പിന്നെ നമ്മളവിടെ വന്നിട്ട് റെസ്റ്റ് എടുത്തു. എന്തായാലേ, അങ്ങനെ അതാ നമ്മുടെ ഐറ്റം എത്തിയിരിക്കുന്നു ഗൈസ്. കൂടെ ഒരു 7up മൈക്കുണ്ട്, കുടിച്ചൊന്നും മസ്താവല്ലോ. ഇതാണ് നമ്മുടെ കുഴിമന്തി, കബന കുഴിമന്തിയിലെ അൽഫാം കുഴിമന്തി. എന്താലേ, അങ്ങനെ അൽഫാമിലേക്കും കുഴിമന്തിയിലേക്കും നമ്മളെന്ത് ചെയ്ത് മയോണൈസും അതിൻ്റെ ഇതൊക്കെ ഇട്ടിട്ട് ഒരു പിടുത്തം പിടിച്ചു.
ബിസ്മില്ലാ, അന്തസ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. അങ്ങനെ ചിക്കൻ്റെ അൽഫാം പീസൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു പിടുത്തം കൂടി പിടിച്ചു. ഫുഡ് ബ്ലോഗ് ആവോ? ഇല്ല, ആവില്ല. എന്നാലും സാരമില്ല, ആയാൽ നമുക്കൊരു ആ പിടുത്തം കൂടി പിടിക്കാലോ. അങ്ങനെ നല്ല രീതിയിൽ ഫുഡ്, കുഴിമന്തി, അൽഫാമും മയോണൈസൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ കഴിച്ചു ഗൈസ്. അടിപൊളിയായിരുന്നു. കബന കുഴിമന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ വടകരയിൽ കുഞ്ഞിപ്പള്ളിയിലേക്ക് പോയിട്ട് ഈ കുഴിമന്തി പ്രത്യേകം വാങ്ങിച്ചു കൊണ്ടുവന്നത്. എന്നാൽ അസ്സലാമു അലൈക്കും, ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ.